ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പോയപ്പോൾ വാങ്ങിയ കുറച്ച് മെറ്റീരിയൽസാണ് കേക്കിൻ്റെ. അപ്പോൾ അത് അൺബോക്സിങ് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് തീർച്ചയാണ്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൻ്റെ മുകളിലായിട്ടിരിക്കുന്നത് ക്യാരി ബാഗാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 10 ഇഞ്ചാണ്. ഏകദേശം ഞാനിതൊരു 25 എണ്ണത്തോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് മെല്ലോയുടെ ഡാർക്കും വൈറ്റും കോംബോ കൊണ്ടാണ്. ഞാൻ ഓരോന്നും ഇത് എടുത്തുള്ളൂ, കാരണം ഇതിൻ്റെ എല്ലാം ഓരോന്ന് എക്സ്ട്രാ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ എടുത്തത് എവരിഡേയുടെ നമ്മുടെ 10 രൂപയുടെ ചെറിയ പാക്കറ്റ് പാൽപ്പൊടിയാണ്. ഇതൊരു 10 എണ്ണം വാങ്ങി. പിന്നീട് ഞാൻ വാങ്ങിയത് മിഠായി മേറ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഒരു ടിന്നേ ഞാൻ എടുത്തുള്ളൂ. ഇതും എൻ്റെ കയ്യിൽ ഓരോ പാക്കറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഇത് അതിനുശേഷം ഇത് ഒരു ഫുട്ബോൾ കട്ടറായിരുന്നു. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ നോക്കി നടക്കുന്നത്, പക്ഷേ ഞാൻ കടയിൽ ചെല്ലുമ്പോൾ മറന്നുപോകും. അങ്ങനെ അതൊരെണ്ണം വാങ്ങി. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ആയിരുന്നു. അത് പല കളറിലെ 3-4 ടൈപ്പ് എടുത്തു. പിന്നീട് ഞാൻ വാങ്ങിയത് കാത്തൂൻ്റെ തീമിലുള്ള ടോപ്പർ. ഇത് കേക്കിൻ്റെ മുകളിലൊക്കെ കാത്തു തീം ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ്. അത് ഒരു 2-3 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ വെഡ്ഡിങ് കേക്കിലും എൻഗേജ്മെൻറ്റ് കേക്കിലും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഹാർട്ട് ഷേപ്പിൽ അത് വാങ്ങി. പിന്നെ നമ്മളൊരു സിൽക്കൺ മോൾഡാണ്, ഇതുപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ റെഡ് കളറിൽ ഫോണ്ടൻ്റാണ്. ഇതിങ്ങനെ പാക്കറ്റായിട്ട് അവിടെ കിട്ടുന്ന. പിന്നെ ഒരു ഫ്ലവർ നെയിൽ വാങ്ങി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരെണ്ണം, അത് ഒടിഞ്ഞു പോയി. പിന്നെ അതൊരെണ്ണം വാങ്ങി. പിന്നെ വാങ്ങിയത് ഡോറ ബുജ്ജി തീമിലുള്ള കാർട്ടൂണിൻ്റായിരുന്നു. പിന്നീട് ഞാൻ ക്രിസ്റ്റ്യൻ ക്രംബിൻ്റെ കൊക്കോ പൗഡർ. എനിക്കിതാണ് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള കമ്പനിയുടെ ഇത്. ഈ കൊക്കോ പൗഡറാണ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നത്. അതും 3-4 എണ്ണം വാങ്ങി. ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അത് പല കളറിൽ ആണ് എടുത്തത്, അതിൻ്റെയൊക്കെയാണ്. പിന്നെ ഇത് ഡോറയുടെ തന്നെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ബട്ടർഫ്ലൈ ആണ്. പല കളറിലുള്ള 3-4 ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു. പിന്നെ ഇതൊക്കെ ഓരോ ടോപ്പർ നമുക്ക് വരുമല്ലോ, ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പം കയ്യിൽ കാണില്ല, അപ്പം കണ്ടപ്പോഴങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു പാക്കറ്റ് നൈഫ് വാങ്ങി. ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് എടുക്കുമ്പോൾ വില കുറവുണ്ട്. ഇത് 50 എണ്ണമാണ് ഒരു പാക്കറ്റിലുള്ളത്. പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ്. അത് 2 പാക്കറ്റ് വാങ്ങി. ബേക്കിംഗ് സോഡ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ബേക്കിംഗ് സോഡ എടുത്തില്ല. ബേക്കിംഗ് പൗഡർ 2 പാക്കറ്റ് എടുത്തു. പിന്നെ വൈറ്റ് ഫോണ്ടൻ്റാണ്, അതും ഒരെണ്ണം എടുത്തു. എൻ്റെ കയ്യിൽ ഫോണ്ടൻ്റെല്ലാം തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ മിക്സ് ചെയ്യാനായിട്ട് അതും ഒരു പാക്കറ്റ് വാങ്ങി. പിന്നെ ഇത് ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ 2 കവറിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ പോയപ്പോൾ ഓരോ പാക്കറ്റ് വീതം ഓരോന്ന് എടുത്തു തന്നേ ഉള്ളൂ. പിന്നെ ബേസ് ഇതെല്ലാം കുറച്ചേ വാങ്ങിയുള്ളൂ. 10 എണ്ണവും 15 എണ്ണവും ഒക്കെ വീതം ബേസ് വാങ്ങിയിട്ടുള്ളൂ. കാരണം എല്ലാം കൂടെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്ന കാരണം കുറേശ്ശെ എടുത്തു. പിന്നെ ബേസും വാങ്ങി, അതോടൊപ്പം ബോക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബോക്സ് വേറെ കവറിലിട്ടാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.